കോഴിക്കോട്ടേക്കാണ് ജിഷ്ണു. കോഴിക്കോട്ട് നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഈ കോൺഗ്രസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് രഹസ്യമായി ഗ്രൂപ്പ് യോഗങ്ങൾ ഒക്കെ ചേരുന്നത്. ഇതിപ്പോൾ സമസ്തയുടെ മുഷാവറയ്ക്ക് മുന്നോടിയായി ലീഗ് വിരുദ്ധർ 12 പേർ ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നു. ലീഗ് അനുകൂലികൾക്കെതിരെ മുഷാവറയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ആലോചന നടത്തുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അനഘ? പ്രദീപ് പിള്ള, ഈ ലീഗിൽ പ്രധാനമായും 2 വിഭാഗമാണ് ഉള്ളത്. ഒന്ന് സമസ്തയിൽ പ്രധാനമായും 2 വിഭാഗമാണുള്ളത്. ഒന്ന് ലീഗ് അനുകൂലികളും മറ്റൊന്ന് ലീഗ് വിരുദ്ധരുമാണ്. ഇവർ തമ്മിൽ കാലങ്ങളായി പല പ്രശ്നങ്ങളുമുണ്ട്. ഇതാണ് സമസ്ത ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മാത്രമല്ല, ഈ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി സമസ്തയിലെ നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു 5 അംഗ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 5 അംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഈ സമസ്തയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് ഈ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, സമസ്തയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുഷാവറ ചേരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഈ സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധർ ഒരു യോഗം ചേരുന്നു. ഈ യോഗത്തിൽ 12 അംഗങ്ങളാണ് പങ്കെടുത്തിരിക്കുന്നത്. ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം നടന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത് ഈ സമസ്തയിലെ ലീഗ് അനുകൂലികൾക്ക് എതിരെ എടുക്കേണ്ട നിലപാടുകൾ, മുഷാവറയിൽ അവർക്കെതിരെ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്ന കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഈ മുഷാവറ ചേരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇത്തരത്തിലൊരു യോഗം ചേർന്നിരിക്കുന്നത്. ഈ യോഗത്തിൽ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനൊരു യോഗം ചേർന്നു എന്ന വാർത്ത സമസ്തയിലെ ലീഗ് അനുകൂലികൾ അറിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ അമർഷത്തിലേക്കാണ് പോയിരിക്കുന്നത്. കാരണം ലീഗിലെ 2 വിഭാഗങ്ങളാണ്, ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും. ഇവർ തമ്മിൽ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പം ലീഗ് വിരുദ്ധരുടെ നേതൃത്വത്തിൽ, ഉമർ ഫൈസിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിട്ടുണ്ട് എന്ന വാർത്ത സമസ്തയിലെ ലീഗ് അനുകൂലികൾ അറിഞ്ഞിട്ടുണ്ട്. അതോടെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നുകൂടി രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സമസ്തയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രദീപ് പിള്ള.